ഒരു കയ്പ്പയ്ക്കയും ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഒഴിച്ചുകറി അധികം കയ്പ്പില്ലാതെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ പഴയകാല കറിയുടെ കൂട്ട് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്പ്പയ്ക്കയും മാങ്ങയും കൂടിയിട്ടുള്ള ആ ഒരു പഴയകാല കറി ഇപ്പോൾ വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു കയ്പ്പക്കായ എടുത്തിട്ടുണ്ട്. 2 പച്ചമാങ്ങ, ഒരു സവോള, 2 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പാവയ്ക്ക നല്ല പോലെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ കയ്പ്പക്കായൊക്കെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മി വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് പിഴിഞ്ഞ് കളയണം. അപ്പോൾ അതിൻ്റെ കുറച്ച് കയ്പ്പൊക്കെ അങ്ങനെ പോയി കിട്ടും. അതുപോലെ നമ്മൾ സവോളയും പച്ചമുളകും മാങ്ങയും ഒക്കെ നല്ല പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഈ എണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 1.5 മുറി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നാമത്തെ കട്ടിപ്പാലും അതുപോലെ 1.5 കപ്പ് വെള്ളം ചേർത്ത് രണ്ടാമത്തെ പാലും നമ്മൾ പിഴിഞ്ഞെടുക്കണം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച് ഉപ്പ് തേച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഉണ്ടല്ലോ, അത് നല്ല പോലെ പിഴിഞ്ഞ് നമ്മുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം നിന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ കയ്പ്പക്കായ വഴറ്റി തുടങ്ങിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. മാങ്ങ ആവശ്യത്തിന് പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു 1.5 കപ്പ് നാളികേര പാല്, അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കണേ. ഇത് തിളച്ച് ഒരുവിധം വറ്റി വരണം കേട്ടോ. ഇപ്പം നമ്മുടെ കയ്പ്പയ്ക്കും മാങ്ങയും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ചാറൊക്കെ വറ്റി കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1 കപ്പ് കട്ടിപ്പാൽ മാറ്റി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതധികം തിളയ്ക്കണ്ട, ജസ്റ്റ് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വറവ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 5 ചുമന്നുള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ കുറച്ച് കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂപ്പിച്ചിട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൈപ്പക്ക മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒഴിച്ചുകറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു ഉഗ്രം വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. ഓക്കേ.